ഇത്രയും സ്നേഹിച്ച അച്ഛന്റെ കാര്യമല്ലേ, മകന് സഹിക്കൂ. രജനിയുടെ അവസ്ഥ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. മരുന്ന് കൊടുക്കാൻ വന്ന ഏതോ നേഴ്സാ വിവരങ്ങളൊക്കെ അവളോട് പറഞ്ഞത്. അപ്പൊ തുടങ്ങി കരച്ചില്ല. എന്ത് ചെയ്യാനാ? നോക്കാം. എന്തായാലും ഗിരീഷേട്ടൻ രജനീച്ചിയുടെ അടുത്തേക്കല്ലേ, ഞാൻ പോയേക്കാം. ശരി. മുരളി, ഇടയ്ക്ക് നന്ദനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചേക്കണേ. ശരി. ഹലോ സ്റ്റീഫൻസ്, പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഹലോ, ഹോം സെക്രട്ടറിയുടെ ഓഫീസാണ്. ആരാ സംസാരിക്കുന്നത്? ഞാൻ മുൻ MLA സിദ്ധാർത്ഥന്റെ ഭാര്യയാണ്. എനിക്ക് ഇർഷാദ് സാറിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ഹലോ ഹലോ. ഇപ്പൊ സാറിനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. സാറ് നല്ല തിരക്കിലാണ്. അമ്മേ, സിദ്ധാർത്ഥന്റെ ഭാര്യയാണെന്ന് അറിയുമ്പോ ആരും ഒരു വാക്കുപോലും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഒരു സമയത്ത് ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് വിളിക്കാൻ ക്യൂ ആയിരുന്നു. സിദ്ധുവിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ. അമ്മ വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു വഴി തെളിയും. നമുക്കിങ്ങനെ ഒരു ഗതി വന്നുപോയല്ലോ. എത്ര പേർക്ക് സഹായം ചെയ്യുന്ന ആളാ സിദ്ധു. സിദ്ധുവിനൊരാവശ്യം വന്നപ്പോ ആരുമില്ല. ഈ വീട് തന്നെ ആർക്കും വേണ്ടാതായി. വാ അമ്മ. അമ്മ, പ്രഭേ, ഞങ്ങൾക്ക് ആരുമില്ലാതെ പറഞ്ഞപ്പോ രാധികയും ശാരിമോളെങ്കിലും വന്നല്ലോ. വിഷമിക്കരുത് പ്രഭേ. എന്നും എപ്പോഴും ഞങ്ങളൊക്കെ കൂടെയുണ്ട്. പ്രഭ വിഷമിക്കാതെ. ഇതിലും വലുതൊക്കെ പ്രഭ നേരിട്ടിട്ടുള്ളതല്ലേ. മീരയുടെ മരണം, പിന്നീട് സത്യം തെളിഞ്ഞല്ലോ. ഇതും എല്ലാവരും മനസ്സിലാക്കും. എല്ലാവരും മനസ്സിലാക്കി വരുമ്പോ ഞങ്ങളിൽ ആരൊക്കെ അവശേഷിക്കുമെന്ന് അറിയില്ല രാധികെ. ഇപ്പൊ തന്നെ രജനി ആശുപത്രിയില്, അതും കുത്തേറ്റിട്ട്. സിദ്ധു ജയിലില്ല. ചന്ദ്രോത്താകെ ചോര കെട്ടിക്കിടക്കുന്നത് പോലെ. പ്രഭേ, എല്ലാം ധൈര്യത്തോടെ നേരിട്ട ആളല്ലേ പ്രഭ. ധൈര്യത്തോടെ നിൽക്കണം. രാധികയും ശാരികയും ഞാൻ ഒരുപാട് കരയിച്ചിട്ടുണ്ട്. അതിന് ദൈവം തന്നതായി ഇപ്പൊ ഇങ്ങനെ ഒരു കരച്ചിൽ. അങ്ങനെയൊന്നും പറയാതെ പ്രഭേ. നാട്ടുകാര് സിദ്ധുവിനെ തല്ലുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. പാവം സിദ്ധു. ഇങ്ങനെ കരയല്ലേ. പ്രഭ വന്നേ, വാ. സിദ്ധാർത്ഥൻ സാർ ഇപ്പൊ എവിടെയാ ചേച്ചി? പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക്കല്ലേ മോളെ. അടുത്ത നടപടി എന്താണെന്ന് പോലീസല്ലേ തീരുമാനിക്കുന്നത്. അതെ, രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതെ അതെ, ശരി,
ശരി സാർ. ആ ആ അതൊക്കെ അങ്ങനെ തന്നെ. ഞാൻ നോക്കിക്കൊള്ളാം സാർ. ആ ശരി സാർ, താങ്ക് യു. സാറിന്റെ പാർട്ടിയിലുള്ള ഉന്നതനായ നേതാവാണ് വിളിച്ചത്. രാത്രി തന്നെ സാറിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് പറയാൻ. വകുപ്പുകളൊക്കെ ഗംഭീരമായി ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർ, ഞാനല്ല ബലരാമനെ കൊന്നത്. മുൻ MLA എന്ന നിലയില് കുറച്ച് പരിഗണന ഞാൻ കാണിക്കുന്നത്. പിന്നെ സാറ് കൊള്ളാവുന്നൊരു നേതാവായിരുന്നു. പക്ഷേ കൊലക്കേസ് പ്രതിയായതുകൊണ്ട് വലിയ ഔദാര്യമൊന്നും പ്രതീക്ഷിക്കണ്ട സാറേ. സർ, ഞാനല്ല കൊന്നത്, പറഞ്ഞില്ലേ? സത്യത്തിൽ സാറിന് ഞങ്ങൾക്കൊക്കെ വലിയ പേടിയും ബഹുമാനവും ഒക്കെ ആയിരുന്നു. ഭരണകക്ഷിയിലെ വലിയ നേതാവായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ആ പാർട്ടിയിലെ ഉള്ളവർ തന്നെയാണ് സാറിന്റെ ശത്രുക്കളും. ബലരാമൻ സാറിന്റെ കൊലപാതകിയാ സാറ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ല കൊന്നത് ബലരാമനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. മീര കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ കൊലക്കുറ്റം ഏറ്റെടുക്കേണ്ട ഗതികളിലാണല്ലോ ഞാൻ. ഏറ്റെടുക്കേണ്ടത് ഗതികേടൊന്നുമല്ല സാറേ. ആ ഇനി കോടതി തീരുമാനിക്കട്ടെ എന്തു വന്നാലും. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാ മരണപ്പെട്ടത്. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. കുറ്റം സമ്മതിച്ച് ജയിലിലാവുന്നതാണ് സാറിന് സേഫ്. ബലരാമൻ സാറിന്റെ അണികളുടെ ശക്തി സാറിന് അറിയാലോ. അകത്ത് കിടന്നാൽ ജീവപര്യന്തമേ കിട്ടൂ. പക്ഷെ പുറത്തിറങ്ങിയാൽ ജീവൻ പോലും കിട്ടില്ല. ഹലോ, ഇല്ല ഇല്ല, കുഴപ്പമില്ല. ആള് കുറ്റം സമ്മതിച്ചിട്ടില്ല. ആ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ആ ശരി സാർ. ഓ ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഓ ശരി സാർ. ഓക്കെ സാർ. മോള് മര്യാദയ്ക്ക് കിടക്ക്. അമ്മ എന്നെ തടയല്ല, എനിക്ക് പോണം. മോളെ മോളൊന്ന് അടങ്ങിയിരിക്കേ. അമ്മ എനിക്കിപ്പോ കുഴപ്പമില്ല, എനിക്ക് പോയേ പറ്റൂ. നോക്ക്, ഗിരി വരട്ടെ, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പോവാം. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് പോണം. എനിക്ക് എന്റെ അമ്മയെ കാണണം, നന്ദനെ കാണണം. ഗിരി വരുമ്പോ പറഞ്ഞാ മതി. മോളെ, അമ്മ പറയുന്ന കേക്ക്. നിന്റെ നന്മയ്ക്കൂടെ വേണ്ടിട്ട് അമ്മ പറയുന്നേ. ഇല്ലമ്മേ, എനിക്ക് പോണം. മോളെ, ഗിരി ഡോക്ടർ കാണാൻ പോയിരിക്കുമല്ലേ, വരട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മോൾ അടങ്ങി കിടക്ക്. ഗിരി, എന്താ അല്ല, രജനിയുടെ അടുത്ത് ആരാ ഉള്ളത്? ആരുമില്ല. നീ ഒന്ന് വേഗം വന്നേ. എന്താ കാര്യം? ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞ് ബഹളം വെക്കുക. പറഞ്ഞു ഞാൻ മടുത്തു. നീ തന്നെ ചെന്ന് സമാധാനിപ്പിക്ക്. അല്ല, ഇതൊന്ന് ഫാർമസി കൊടുക്കണമായിരുന്നു. ആ, അത് ഞാൻ കൊടുത്തോളാം. നീ അങ്ങോട്ട് ചെല്ല്. എന്താ രജനി, നീ എന്തിനാ വാശി പിടിക്കുന്നേ? പ്ലീസ് ഗിരി, ഇനി എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. എന്റെ അമ്മയും ദേവിയും നന്ദനെയും ഒക്കെ കാണണം. അച്ഛനെയും ചെന്ന് കാണണം. പറ്റില്ല. നീ എന്തായി പറയുന്നേ? മുറിവ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഡോക്ടർ അനുവദിക്കോ? പുറത്തു പോയി ഇൻഫെക്ഷൻ ആവും. ഇല്ല ഗിരി, ഇവിടെ കിടന്നാൽ ഞാൻ അറ്റാക്ക് വന്ന് മരിക്കും. ഗിരി, എന്നെ ഒന്ന് കൊണ്ടുപോ ഗിരി, പ്ലീസ് ഗിരി. രജനി, പറഞ്ഞ മനസ്സിലാക്കണം. നിനക്ക് പോണോ? എന്നാ പോ. അതെ, വീട്ടിലെല്ലാരും ദുഃഖിച്ചിരിക്കുക. കുത്തുകൊണ്ടിട്ടുള്ള സ്റ്റിച്ചും ഒട്ടിപ്പും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോ. അവര് കാണട്ടെ. സിദ്ധാർത്ഥൻ സാറിന്റെ ദുഃഖത്തിന്റെ കൂടെ ഈ ദുഃഖം അവരങ്ങ് അനുഭവിക്കട്ടെ. എല്ലാവരും കൂടെ കൂടിയിരുന്നെങ്കിൽ കരയട്ടെ. ചെല്ലേ പൊക്കോ, ഞാൻ തടയില്ല. ഇതിലെന്താന്ന് വെച്ചാ ചെയ്യും. മോളെ, ഗിരി പറയുന്നത് അനുസരിക്ക്. അമ്മ തടയണ്ട. രജനി പോവാണെ പോട്ടെ. എന്നിട്ട് വരുന്നതൊക്കെ സ്വയം അങ്ങ് അനുഭവിക്കട്ടെ. നീ അവരെ ആശ്വസിപ്പിക്കാനെന്ന് പറഞ്ഞ് പോകുന്നത് അവരുടെ വിഷമം കൂട്ടാനേ സഹായിക്കൂ.
ആദ്യം പറയുന്നൊന്നും മനസ്സിലാക്കാൻ പഠിക്കും. എനിക്ക് ആകെ ഒരു വെപ്രാളം വരുന്ന ഗിരി. രജനി, എനിക്കറിയാം, അതെനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ നീ നിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അവിടെ മീഡിയക്കാര് കാണും. കൊലക്കേസ് പ്രതിയുടെ മകൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തുന്നതിന്റെ എക്സ്ക്ലൂസീവ്സ് വരും. മുറിപ്പാടുകളൊക്കെ ക്ലോസപ്പിൽ വരും. അച്ഛൻ വെടിവെച്ചു കൊന്നതും മകൾക്ക് കുത്തേറ്റതും ഒക്കെ ഒരുമിച്ച് ചർച്ച ചെയ്യും. എന്താ അതൊക്കെ വേണം? മോളെ, ഒന്ന് ഭേദം ആയിക്കോട്ടെ, നമുക്ക് പോവാം. ഗിരി, അച്ഛന്റെ അവസ്ഥ എങ്ങനെയാ? നിരപരാധിയാന്ന് മനസ്സിലാക്കി ഇപ്പൊ തന്നെ വിടുമായിരിക്കും അല്ലേ? ഹലോ. ആ, ആണോ? ശരി. എന്താ ഗിരി? ആരാ വിളിച്ചത്? സിദ്ധാർത്ഥ സാറിനെ റിമൈൻഡ് ചെയ്തു. ഇന്നിപ്പോ ജയിലിലേക്ക്. നാളെ മുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും. മോളെ രജനി, കരയാതെ. മോളെ രജനി, കരയല്ലേ? രാഷ്ട്രീയ കേരളത്തിലെ സമുന്നത നേതാവായ തേവക്കാട്ട് ബലരാമൻ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് കേരളം. ബലരാമന്റെ അണികൾ കേരളത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. അക്രമ സാധ്യതകൾ കണക്കിലെടുത്ത് പോലീസ് മുൻകരുതൽ എടുത്തിട്ടുണ്ട്. അതേസമയം കുറ്റാരോപിതനായ മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തേവക്കാട്ട് ബലരാമന്റെ വീട്ടിൽ നിന്നാണ് സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്തത്. ബലരാമന്റെ മകൾ മീരയുടെ മരണത്തിന് പിന്നിലും സിദ്ധാർത്ഥനും കുടുംബത്തിനും പങ്കുണ്ടായിരുന്നതായി ആരോപണം വന്നിരുന്നു. ഇതിനെ തുടർന്ന് ബലരാമനും സിദ്ധാർത്ഥനും ഇടയിൽ ബിസിനസ് സംബന്ധമായി തർക്കമുണ്ടായിരുന്നതായി പറയുന്നു. ഇന്ന് രാവിലെ ബലരാമന്റെ വീട്ടിലെത്തിയ സിദ്ധാർത്ഥനും ബലരാമനും തമ്മിലുള്ള വാക്കേറ്റത്തിനൊടുവിൽ ബലരാമന്റെ തോക്ക് ഉപയോഗിച്ചാണ് സിദ്ധാർത്ഥൻ കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വെടിയുച്ച കേട്ട് നാട്ടുകാർ എത്തുമ്പോൾ ബലരാമന്റെ മൃതദേഹത്തിനരികിൽ തോക്കുമായി നിൽക്കുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനെയാണ് കണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നു. വിദ്യാർത്ഥി വിഭജന പ്രസ്ഥാനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ആഴത്തിൽ വേരുറപ്പിച്ച നേതാവായിരുന്നു തേവക്കാട്ട് ബലരാമൻ. ഇവിടെ അച്ഛനെ പോയി കാണാനും പുറത്തു കൊണ്ടുവരാനും നമുക്ക് പറ്റില്ലേ? ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് കാര്യങ്ങളെല്ലാം സിദ്ധുവിനെതിരാണ്. തെളിവുകൾ ശക്തമാണ്. 4-5 ദൃക്സാക്ഷികൾ തന്നെയുണ്ട്. പിന്നെ തോക്ക് ഫോറൻസിക് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അതിൽ സിദ്ധുവിന്റെ വിരലടയാളമുണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റ്, പോലീസ്, പൊതുജനം എല്ലാവരും സിദ്ധുവിനെതിരാണ്. ഇനിയിപ്പോ കോടതിയിൽ കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. കോടതിയിലും കേസ് സിദ്ധുവിനെതിരാകാനാണ് സാധ്യത. ബലരാമനങ്ങളുടെ വീട്ടിൽ പോയി ചന്ദ്രമതി ആന്റി ഒന്ന് കണ്ടാലോ?
ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അബദ്ധമാണ്. ബലരാമന്റെ ആൾക്കാർ രോഷാകുലരാണ്. ഈ കൂട്ടർ സത്യവും ന്യായവും നോക്കില്ല. അവർക്ക് വേണ്ടത് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു ഇരയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയി ബുദ്ധിമോശമൊന്നും കാണിക്കണ്ട. അപ്പൊ ഇനി എന്ത് ചെയ്യും ഹരിയേട്ട? കേസ് കോടതിയിൽ എത്തുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കുക. സത്യം എന്താണെന്ന് രണ്ടുപേർക്കേ അറിയും. അതിലൊരാളിന്ന് ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്ന ആൾക്ക് സത്യമറിയാമെങ്കിലും അയാൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല. നമ്മൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നം ചെറുതൊന്നുമല്ല. ഒന്നുകൂടി പറയാനുണ്ട്. ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല. ബലരാമന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ത്യാഗരാജൻ വരികയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവും. ആരാ അങ്കിൾ ത്യാഗരാജൻ? ചന്ദ്രമതിയുടെ സഹോദരനാണ്. ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമാണ് അയാളുടെ പ്രവർത്തന സങ്കേതം. വലിയ ബിസിനസ്മാനാണ്. അണ്ടർവേൾഡ് ബിസിനസ്. അയാൾക്ക് വേണ്ടി ചാകാൻ തന്നെ തയ്യാറായി ഒരു ഗാങ്ങുണ്ട്. കൊല്ലാനും കൊല്ലിക്കാനും മടിയില്ലാത്തവർ. കേരളത്തിൽ അപൂർവമായിട്ട് ത്യാഗരാജൻ വന്നിട്ടുള്ളൂ. ചന്ദ്രമതി എന്ന് വെച്ചാൽ ത്യാഗരാജന് വലിയ കാര്യമാണ്. ചന്ദ്രമതിക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. ബലരാമന്റെ മരണമറിഞ്ഞ് ത്യാഗരാജൻ എത്തിയാൽ കാര്യങ്ങൾ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കേട്ടിട്ട് പേടിയാവുന്നു പ്രഭേ. നന്ദ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മാറിയാലോ? അതെ ദേവിയേച്ചി, തൽക്കാലം ദൂരെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാമോ? അല്ല, ത്യാഗരാജൻ വരുവോ ഇല്ലെന്നൊന്നും അറിയില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അയാൾ ഉടനെ തിരിച്ചുപോയെന്നും വരാം. പക്ഷേ ഇതിന്റെ പിറകെ അയാൾ ഇറങ്ങിയാലുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടും മാറി നിന്നിട്ട് കാര്യമില്ല. അയാൾ അന്വേഷിച്ചെത്തും. പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക സാർ. ബലരാമ സാറിന്റെ ബ്രദറിന് വേണ്ടി ഓൺ ദ വേയാ. ആള് വരാതെ ചടങ്ങ് വേണ്ടെന്നാ ചന്ദ്രമതി മേഡം പറഞ്ഞിരിക്കുന്നത്. സാർ, അതൊരു ത്യാഗരാജൻ. മുംബൈയിലും ബാംഗ്ലൂരുമായി ഒട്ടനവധി കേസുകളിൽ പ്രതിയാ. ശരിക്കും പറഞ്ഞ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കണം സാർ. DYSP സാർ ഇവിടെ ഉണ്ടല്ലോ. എന്തായാലും ആളിപ്പോൾ എത്തും. ത്യാഗരാജൻ വന്ന അന്തരീക്ഷം മാറുമല്ലോ. എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചായിരിക്കും വരുന്നത്. വെട്ടിനും കുത്തിനും ഒരു കാരണം അന്വേഷിച്ച് നടക്കുന്നവനാ.
അവസാനം അയാളെക്കുറിച്ച് കേട്ടത് ബാംഗ്ലൂരിൽ ഒരു വ്യവസായിയെ കൊല്ലാൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായെന്ന. ജാമ്യത്തിൽ ഇറങ്ങിക്കാണും. ത്യാഗരാജന്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് അയാൾക്ക് പോലും അറിയത്തില്ല. അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ചന്ദ്രമതി മേഡമാ. ബലരാമ സാറിനെ വലിയ കാര്യമായിരുന്നു. ബലരാമ സാറിന് മോശമാവണ്ടെന്ന് കരുതിയാ കേരളത്തിൽ വരാതിരുന്നത്. ഈ വരവ് എന്തായാലും പകരം വീട്ടാനുള്ള വരവായിരിക്കും.